സ്വർണവില 2 ലക്ഷമാകുമോ? ഒരു പവന് 2 ലക്ഷം രൂപ. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ സ്വർണത്തിന് 1 ലക്ഷമാകുമോ എന്നായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സ്വർണവില കുതിച്ചുയർന്നു. പക്ഷെ ഈ വർഷം തുടക്കത്തിൽ ഉണ്ടായ കുതിപ്പിന് ശേഷം വീണ്ടും 26% സ്വർണവില ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് സ്വർണത്തിന്റെ വില എങ്ങോട്ടായിരിക്കും പോകുക? സ്വർണവില ഒരു പവന് 2 ലക്ഷം രൂപ തൊടുമോ? അതോ ഇത് ഇനിയും കുറയുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വർണത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും വരാൻ പോകുന്ന വലിയ വിലക്കയറ്റത്തെക്കുറിച്ചും സാധാരണക്കാരായ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുമാണ്. സ്വർണം എന്ന് പറയുന്നത് വെറുമൊരു ആഭരണം മാത്രമല്ല, മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ലോക യുദ്ധങ്ങളെ പോലും സ്വാധീനിച്ച ഒന്നാണ് ഈ മഞ്ഞലോഹം. യുദ്ധങ്ങളും അന്താരാഷ്ട്ര പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ സ്വർണത്തിന് പിന്നാലെ പായുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിലെ ആരും പറയാത്ത ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെ സ്വർണം ലോകത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി? പണ്ട് കാലത്ത് മനുഷ്യർ ബാർട്ടർ സിസ്റ്റം വഴി സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയപ്പോൾ എളുപ്പത്തിൽ നശിച്ചു പോകാത്ത തിളക്കമുള്ള, പ്രകൃതിയിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന സ്വർണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോയി. രാജാക്കന്മാർ തങ്ങളുടെ സമ്പത്തിന്റെ അടയാളമായി സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും മാറ്റിവെക്കാൻ തുടങ്ങിയതോടെയാണ് ഈ മഞ്ഞ ലോഹത്തിന് ചരിത്രത്തിൽ ഒരു മാന്ത്രിക മൂല്യം കൈവരുന്നത്. ഇരുമ്പ് തുരുമ്പെടുക്കും, വെള്ളി കറുത്തുപോകും, ചെമ്പ് പച്ചയാകും, മരക്കഷ്ണങ്ങൾ ദ്രവിച്ചു പോകും. എന്നാൽ ഭൂമിയിലെ ഒന്നിനോടും പ്രതികരിക്കാത്ത, 1000 വർഷം മണ്ണിൽ കിടന്നാലും ഒട്ടും തിളക്കം മങ്ങാത്ത ഒരേ ഒരു ലോഹമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്വർണമാണ്. കൂടാതെ ഇതിനെ എളുപ്പത്തിൽ ഉരുക്കി പല രൂപത്തിലാക്കാനും സാധിക്കുമായിരുന്നു. പ്രകൃതിയിൽ ഇത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡിമാൻഡും വന്നു. അങ്ങനെയാണ് വെറും ഒരു അലങ്കാര വസ്തു എന്നതിനപ്പുറം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്തമായ ഒരു ആഗോള കറൻസിയായി സ്വർണം മാറിയതും ചരിത്രത്തിൽ അതിന് ഇത്രയും വലിയ പ്രാധാന്യം കൈവന്നതും ഇങ്ങനെയാണ്. പണ്ട് കാലത്ത് ഓരോ രാജ്യത്തിനും അവരുടേതായ നാണയങ്ങളും കറൻസികളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തെ വ്യാപാരി മറ്റൊരു രാജ്യത്ത് പോയി കച്ചവടം നടത്തുമ്പോൾ ഈ കറൻസികൾക്ക് പകരം മാറ്റിയെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് സ്വർണം ഒരു ആഗോള കറൻസി ആയിട്ട് മാറിയത്. ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യനെയും സ്വർണത്തിന്റെ മൂല്യം ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ്. ഒരു അമേരിക്കക്കാരനും അറബികളും ചൈനക്കാരനും അവരുടെ സ്വന്തം പണത്തെക്കുറിച്ച് തർക്കമുണ്ടാകാമെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരേ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതിർത്തികൾക്കപ്പുറം ലോകം മുഴുവൻ ഒരുപോലെ സ്വീകരിച്ച ഒരേ ഒരു മാധ്യമമായി സ്വർണം മാറുകയാണ്. പിന്നീട് വന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന നിയമമാണ് സ്വർണത്തെ ഔദ്യോഗികമായി ആഗോള കറൻസിയാക്കി മാറ്റുന്നത്. സ്വർണത്തിന്റെ വില കൂടുന്നത് കണ്ടപ്പോൾ ചിലർ വലിയ രീതിയിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സ്വർണം വാങ്ങുന്നതിൽ തെറ്റില്ല, പക്ഷെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനായിരിക്കരുത്. ദീർഘകാലത്തേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സ്വർണം. നമ്മുടെ ആകെ നിക്ഷേപത്തിന്റെ 5 മുതൽ 10% ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നതിലും തെറ്റില്ല. അതിന്റെ കൂടെ നമ്മുടെ പണം ഡൈവേഴ്സിഫൈഡ് ആയി മാർക്കറ്റിൽ ഉൾപ്പെടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ മാർക്കറ്റിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയി, അതായത് ഇട്ട പൈസ പോവാത്ത രീതിയിൽ, എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ ലാഭം കിട്ടുന്ന രീതിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. അത്തരം ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. PNB മെറ്റ്ലൈഫ് അവരുടെ എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFO പുറത്തിറക്കിയിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 7 വർഷങ്ങളിൽ ഓരോ വർഷവും 25%-ഓളമാണ് ശരാശരി റിട്ടേൺ നൽകിയിട്ടുള്ളത്. സ്വർണം ഇത്രയും വില കൂടിയിട്ടും കഴിഞ്ഞ 7 വർഷങ്ങളിൽ 18 മുതൽ 20% ഒക്കെയാണ് ശരാശരി റിട്ടേൺ തന്നിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് നമ്മുടെ പണം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. പിന്നെ മാർക്കറ്റ് കയറുമ്പോൾ ഇവയുടെ വാല്യൂ കൂടുമ്പോൾ വിറ്റാൽ നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട, എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ മാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട. പ്രവാസികളായവർക്ക് മാസം 18,000 ഒക്കെ വെച്ച് അടച്ചാൽ വർഷങ്ങൾക്ക് ശേഷം 2 കോടി വരെ റിട്ടേൺ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുമോ എന്ന പേടിയില്ലാതെ മാർക്കറ്റ് വരുമ്പോൾ ലാഭം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം പരിഗണിക്കാവുന്നതാണ്. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പണ്ട് കാലത്ത് ബാങ്കുകൾ പേപ്പർ നോട്ടുകൾ അച്ചടിച്ചിറക്കിയിരുന്നത് അവരുടെ ഖജനാവിലുള്ള സ്വർണത്തിന്റെ അളവ് അനുസരിച്ചായിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേപ്പർ നോട്ട് ബാങ്കിൽ കൊടുത്താൽ അതിന് തുല്യമായ സ്വർണം തരാൻ ബാങ്ക് ബാധ്യസ്ഥനായിരുന്നു. കറൻസി നോട്ടുകൾക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി സ്വർണമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. യുദ്ധം കാരണം യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ സമ്പദ് വ്യവസ്ഥ തകരുകയും അവരുടെ കയ്യിലെ സ്വർണം എല്ലാം ആയുധം വാങ്ങാനായി അമേരിക്കയിലേക്ക് ഒഴുകുകയും ചെയ്തു. അങ്ങനെ ലോകത്തിലെ ഭൂരിഭാഗം സ്വർണവും അമേരിക്കയുടെ കൈവശമാവുകയാണ്. ഇതോടെ 1944 ലോക രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രെട്ടൺ വുഡ്സ് അഗ്രിമെന്റ് എന്നൊരു കരാർ ഉണ്ടാക്കുകയാണ്. ഈ കരാർ പ്രകാരം ലോക കറൻസികളുടെ മൂല്യം നേരിട്ട് സ്വർണ്ണ വിലയുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം
അമേരിക്കൻ ഡോളറുമായി ബന്ധിപ്പിച്ചു. ഡോളറിന്റെ മൂല്യം സ്വർണവുമായും നിശ്ചയിച്ചു. അതായത് ആഗോള കറൻസി എന്ന സിംഹാസനം സ്വർണത്തിൽ നിന്ന് അമേരിക്കൻ ഡോളർ പിടിച്ചെടുക്കുകയാണ് അന്ന് ചെയ്തത്. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. 1971 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കുന്ന നിയമം പൂർണ്ണമായും നിർത്തലാക്കി. അതിനുശേഷം പേപ്പർ ഡോളർ ലോകത്തെ 1-ാം നമ്പർ കറൻസി ആയിട്ട് മാറുകയാണ്. പക്ഷേ ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുമ്പോൾ പോലും ലോകത്തിലെ എല്ലാ കേന്ദ്ര ബാങ്കുകളും തങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായി ടൺ കണക്കിന് സ്വർണം ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടിക നോക്കിയാൽ 1-ാം സ്ഥാനത്ത് അമേരിക്ക തന്നെയാണുള്ളത്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ചൈന 6-ാം സ്ഥാനത്തും ഇന്ത്യ 9-ാം സ്ഥാനത്തുമാണ് നിലനിൽക്കുന്നത്. യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. യുദ്ധങ്ങളും അന്താരാഷ്ട്ര പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണം അതിനുള്ള സുരക്ഷിത നിക്ഷേപം എന്ന പദവി തന്നെയാണ്. യുദ്ധസമയത്ത് ഓഹരി വിപണികൾ തകരാനും കമ്പനികൾ നഷ്ടത്തിലാകാനും രാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം ഇടിയാനും വലിയ സാധ്യതയുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ വലിയ നിക്ഷേപകരും ബാങ്കുകളും തങ്ങളുടെ പണം ഓഹരികളിലേക്കോ ബോണ്ടുകളിലേക്കോ ഇട്ടുവെക്കാൻ ഭയപ്പെടുന്നു. അവർ ആ പണം എല്ലാം എടുത്ത് ലോകത്ത് ഒരിടത്തും മൂല്യം നഷ്ടപ്പെടാത്ത ഏറ്റവും സുരക്ഷിതമായ സ്വർണത്തിലേക്കാണ് മാറ്റുന്നത്. ഇങ്ങനെ ഒരേ സമയം എല്ലാവരും സ്വർണം വാങ്ങാൻ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ ഹൈ ഡിമാൻഡ് അതിന്റെ വില റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കുന്നു. മറ്റൊരു കാരണം പണപ്പെരുപ്പമാണ് കേട്ടോ. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലും മറ്റ് ആവശ്യ സാധനങ്ങളുടെ വിലയിലും കുത്തനെ മാറ്റം ഉണ്ടാവും. അതായത് കുത്തനെ കൂടും. ഇത് കറൻസി നോട്ടുകളുടെ പർച്ചേസിംഗ് പവർ കുറയ്ക്കും. കടലാസ് പണത്തിന്റെ വില ഇടിയുമ്പോൾ സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യം ഉയർന്നു തന്നെ നിൽക്കും. ചുരുക്കത്തിൽ ലോകം മുഴുവൻ അനിശ്ചിതത്വത്തിലാകുമ്പോൾ ഭയന്നോടുന്ന നിക്ഷേപകർക്ക് അഭയം നൽകുന്ന ഒരേ ഒരു സാമ്പത്തിക കവചമായി സ്വർണം മാറുകയാണ്. അതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണം കൂടുതൽ തിളങ്ങുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണം കത്തുമ്പോൾ തിളങ്ങുന്ന സ്വർണത്തെ കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായ ആഗോള സംഭവങ്ങൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കേട്ടോ. കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ വ്യവസായങ്ങളെല്ലാം പൂട്ടിപ്പോകുകയും സാമ്പത്തിക മേഖല പൂർണ്ണമായും നിശ്ചലമാകുകയും ചെയ്തിരുന്നു. അന്ന് തങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിഞ്ഞതോടെയാണ് സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി അത്രയും വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നത്. കോവിഡിന് പിന്നാലെ വന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും സമീപകാലത്തുണ്ടായ ഇറാൻ അമേരിക്ക സംഘർഷവും വിപണിയിലെ അസ്ഥിരത വീണ്ടും വർദ്ധിപ്പിച്ചു. യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമെന്ന ഭീതിയും ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെട്ടതും ലോകമെമ്പാടും വലിയ പണപ്പെരുപ്പത്തിനും കാരണമായി. കറൻസികളുടെ മൂല്യമിടിഞ്ഞ ഈ രണ്ട് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ലോകം തങ്ങളുടെ രക്ഷാകവചമായി കണ്ടത് സ്വർണത്തെ മാത്രമാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഈ കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക യുദ്ധങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് സ്വർണ്ണവിലയെ റെക്കോർഡുകൾ ഭേദിച്ച് മുകളിലേക്ക് എത്തിച്ചത്. സ്വർണ്ണവില 2 ലക്ഷം കടക്കുമോ? അതോ ഇതൊരു കെണിയാണോ? ഇറാൻ പ്രശ്നങ്ങളിൽ പുതിയ വലിയ ആക്രമണങ്ങൾ ഒന്നും ഉണ്ടാക്കാത്ത സാഹചര്യം താൽക്കാലികമായി ശാന്തമായി. ഇതോടെ മാർക്കറ്റിലെ പേടി കുറയുകയും നിക്ഷേപകർ സ്വർണത്തിന് പിന്നാലെ പായുന്നത് നിർത്തുകയും ചെയ്തു. ഡിമാൻഡ് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായും വിലയും അല്പം താഴേക്ക് വന്നു. സ്വർണ്ണവില 2026 അതിന്റെ ഏറ്റവും ഉയർന്ന റെക്കോർഡിൽ എത്തിയപ്പോൾ പണ്ട് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങിയിരുന്ന വലിയ നിക്ഷേപകരും കമ്പനികളും ചിന്തിച്ചത് ഇതാണ് വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം, ഇനി വില കുറഞ്ഞാലോ എന്നാണ്. അങ്ങനെ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വൻതോതിൽ വിറ്റ് പണമാക്കി മാറ്റി ലാഭം കൊയ്തു. ഇങ്ങനെ വിപണിയിലേക്ക് പെട്ടെന്ന് വലിയ തോതിൽ സ്വർണം വിൽപ്പനയ്ക്ക് വന്നപ്പോൾ അതിന്റെ വിലയിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചു. വില ഇടിഞ്ഞു തകർന്നു പോയതല്ല, വലിയൊരു കുതിപ്പിന് ശേഷം മാർക്കറ്റ് സാധാരണ നിലയിലേക്ക് എത്തിയതാണ് സംഭവം. സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ പലരുടെയും മനസ്സിലുള്ള വലിയൊരു ചോദ്യമാണ്, ശരിക്കും ഇനി പവന് 2 ലക്ഷം രൂപയിലേക്ക് എത്തുമോ എന്ന്, അതോ സാധാരണക്കാരെ വീഴ്ത്താനുള്ള വല്ല കെണിയുമാണോ ഇത് എന്ന്. സത്യം പറഞ്ഞാൽ ഒറ്റയടിക്ക് നാളെ തന്നെ 2 ലക്ഷം ആകുമെന്ന് വിചാരിച്ച് കയ്യിലുള്ള പണമൊക്കെ എടുത്ത് ഇപ്പോൾ സ്വർണത്തിൽ കൊണ്ടുപോയിട്ട് ഇടുന്നത് അത്ര നല്ല ബുദ്ധിയൊന്നുമല്ല. കാരണം ഏത് മാർക്കറ്റിലും വില എപ്പോഴും മുകളിലേക്ക് തന്നെ പോകില്ല. വലിയൊരു കുതിപ്പിന് ശേഷം വില താഴേക്ക് വരുന്ന മാർക്കറ്റ് കറക്ഷൻ സ്വാഭാവികമാണ്. ഈ സമയത്ത് ഭയന്ന് പോയി സ്വർണം വിറ്റഴിച്ചാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക. അതുകൊണ്ട് വലിയ ലാഭം മാത്രം പ്രതീക്ഷിച്ച് തങ്ങളുടെ ആകെ സമ്പാദ്യം മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കെണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില 2 ലക്ഷമല്ല, അതിനും മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഭൂമിയിലെ സ്വർണത്തിന്റെ അളവ് പരിമിതമാണല്ലോ. പക്ഷെ ലോകത്തെ ജനസംഖ്യയും പണപ്പെരുപ്പവും ഓരോ ദിവസം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. രൂപയുടെയും ഡോളറിന്റെയും മൂല്യം ഇടിയുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കെണിയിലും വീഴാതിരിക്കാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി സ്വർണം വാങ്ങരുത്. പകരം നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു 5 മുതൽ 10% മാത്രം ദീർഘകാല സുരക്ഷിതത്തിനായി സ്വർണത്തിൽ നിക്ഷേപിക്കുക. സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് നമ്മളല്ല, അണിയറയിലെ ആ കളിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മൾ ജ്വല്ലറിയിൽ ചെന്ന് സ്വർണം വാങ്ങുമ്പോൾ ഇന്ന് ഇത്ര രൂപയാണ് വില എന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? പലരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരോ അല്ലെങ്കിൽ സർക്കാരോ ആണ് ഈ വില തീരുമാനിക്കുന്നത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. സ്വർണ്ണവിലയുടെ യഥാർത്ഥ നിയന്ത്രണം ലണ്ടനിലും ന്യൂയോർക്കിലുമുള്ള അന്താരാഷ്ട്ര വിപണികളാണ് നടത്തുന്നത്. ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ പോലുള്ള വലിയ ആഗോള സംഘടനകളും ആഗോളതലത്തിൽ നടക്കുന്ന സ്വർണത്തിന്റെ വാങ്ങലും വിൽക്കലുമാണ് ഓരോ സെക്കൻഡിലും ഇതിന്റെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നത്. ഈ അന്താരാഷ്ട്ര വിലയ്ക്ക് അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ നികുതികളും രൂപയുടെ മൂല്യവും കൂടി ചേർത്താണ് ദിവസേനയുള്ള വില കേരളത്തിലെ ജ്വല്ലറികളിൽ എത്താറുള്ളത്. ഇതിന് മേലെ ഏറ്റവും വലിയ അണിയറ കളി നടക്കുന്നത് ലോകരാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളിലാണ്. അമേരിക്കയിലെ ഫെഡറൽ റിസർവോ നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്കോ ഒക്കെ വിചാരിച്ചാൽ ഈ വിലയെ സ്വാധീനിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ലോകത്ത് എവിടെയെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ വലിയ ബാങ്കുകൾ സുരക്ഷിതത്തിനായി ടൺ കണക്കിന് സ്വർണം ഒന്നിച്ച് വാങ്ങി കൂട്ടാൻ തുടങ്ങും. സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ വാങ്ങുമ്പോൾ മാർക്കറ്റിൽ സ്വർണത്തിന് ക്ഷാമം അനുഭവപ്പെടുകയും വില പെട്ടെന്ന് കുതിച്ചുയരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ വൻകിട ബാങ്കുകളും അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും ചേർന്ന് കളിക്കുന്ന വലിയൊരു സാമ്പത്തിക കളിയുടെ അവസാനത്തെ ഫലം മാത്രമാണ് നമ്മൾ ദിവസവും ടിവിയിലും പത്രത്തിലും കാണുന്ന ഈ സ്വർണ്ണവില. ഇനി വരാൻ പോകുന്ന വിലക്കയറ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൂടി പറയേണ്ടതുണ്ട്. സ്വർണ്ണവില ഇനിയും കൂടുമെന്ന് കരുതി പേടിച്ച് ജ്വല്ലറികളിലേക്ക് ഓടിച്ചെന്ന് കയ്യിലുള്ള പണം മുഴുവൻ സ്വർണത്തിൽ കൊണ്ടിടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. വിപണിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചെറിയ വിലക്കുറവ് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ സ്മാർട്ട് തന്ത്രം. നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിനോ മറ്റോ വരും വർഷങ്ങളിൽ സ്വർണം ആവശ്യമുണ്ടെങ്കിൽ ഒന്നിച്ചു വാങ്ങാതെ ഓരോ മാസവും ചെറിയ അളവിൽ, ഉദാഹരണത്തിന് 1 ഗ്രാമോ 2 ഗ്രാമോ വാങ്ങി സമ്പാദിക്കാൻ ശീലിക്കുക. കൂടാതെ ആഭരണങ്ങളായി വാങ്ങുമ്പോൾ വരുന്ന വലിയ പണിക്കൂലിയും GSTയും ലാഭിക്കാൻ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF പോലുള്ള സ്മാർട്ട് വഴികളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആകെ സമ്പാദത്തിന്റെ ഒരു 5 മുതൽ 10% വരെ മാത്രം സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ വരാൻ പോകുന്ന വലിയ വിലക്കയറ്റിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമിയിലെ മുഴുവൻ സ്വർണവും എടുത്താൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഞെട്ടിക്കുന്ന ആ സത്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വിചിത്രമായ സത്യം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഭൂമിയിൽ സ്വർണം അളവറ്റ രീതിയിൽ ഉണ്ട് എന്നാണ് അല്ലേ? മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഖനനം ചെയ്തെടുത്ത മുഴുവൻ സ്വർണവും ഉരുക്കി നോക്കി മാറ്റിയാൽ അത് വെറും 21 അല്ലെങ്കിൽ 22 മീറ്റർ നീളവും വീതിയുമുള്ള ഒരൊറ്റ ക്യൂബിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണ്. അതായത് ലോകത്തിലെ എല്ലാ സ്വർണവും ചേർത്ത് വെച്ചാൽ വെറും 4 ഒളിമ്പിക്സ് നീന്തൽ കുളങ്ങളുടെ വലിപ്പം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭൂമിയിൽ ഇതിന്റെ അളവ് അത്രമാത്രം പരിമിതമാണ്. പ്രകൃതിയിലെ കടുത്ത അപൂർവത തന്നെയാണ് എല്ലാ കറൻസികളും തകർന്നാലും സ്വർണത്തിന്റെ മൂല്യം എന്നും രാജാവായി തുടരുന്നതിന്റെ യഥാർത്ഥ രഹസ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സ്വർണ്ണവിലയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സ്വർണം നല്ലൊരു നിക്ഷേപ ഉപാധിയാണ് എങ്കിലും അതിൽ മാത്രം ആശ്രയിക്കരുത്. മാർക്കറ്റിൽ ഉൾപ്പെടെ ഡൈവേഴ്സിഫൈഡ് ആയി നമ്മുടെ പണം നിക്ഷേപിക്കണം. അതിന് തുടക്കമെന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും പൈസ പോകാത്ത രീതിയിൽ നിക്ഷേപിച്ച് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇനി കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കേണ്ട.